ഞാൻ എൻ്റെ സകലമാന വളകളും ദേ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോക്സിൽ ഇത്രയും അലങ്കോലമായിട്ടാണ് എൻ്റെ വളകളൊക്കെ കിടക്കുന്നത്. എനിക്കിങ്ങനെ കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ടിട്ട് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പറ്റിയില്ല, കാരണം അത്രയും മെസ്സായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ എനിക്കൊരു വള സ്റ്റാൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ എനിക്ക് വെറും 2 ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവൻ എനിക്ക് ഒരു അടിപൊളി വള സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നു. ഇത് നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. ബിക്കോസ് സിമെൻറ്റും കല്ലും അതേപോലെ തന്നെ ഈ ഒരു പൈപ്പും മരവും അതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഈ കളറൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ്, ഓറഞ്ചും ഗ്രീനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവൻ ഈ ഒരു കളർ എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ ഫൈനലി ഇത് എൻ്റെ വള സ്റ്റാൻഡ് റെഡി. ഞാനാണെങ്കിൽ എല്ലാ വളകളും ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അതിപ്പോൾ വള മാത്രമല്ല, മാലയായാലും കമ്മനായാലും എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിൽ നമുക്കിങ്ങനെ വൃത്തിയായിട്ടിരിക്കണം. എനിക്കതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വള ഇത്രയും നാളിങ്ങനെ അലങ്കോലമായിട്ട് കിടന്നേച്ചു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പുറത്തുനിന്ന് പെട്ടെന്ന് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നും ഇങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള വളകൾ ഇതൊക്കെയാണ്. ഇത് എൻ്റെ കളക്ഷൻസ് മാത്രമല്ല, എൻ്റെയും അമ്മയുടെയും കൂടെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും, കാരണം ഞങ്ങളുടെ സൈസൊക്കെ സെയിം ആണ്, അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ കുപ്പി വളകളൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പുറത്തുനിന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. കേരളത്തിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ വളരെ കുറവാണ്. കാരണം അവിടെ പുറത്ത് ഉള്ള വളകൾ നല്ല സ്ട്രോങ് ആയിരിക്കും, താഴത്ത് വീണാൽ പൊട്ടയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിൽക്കാൻ പോകുമ്പോൾ, കസിൻസിൻ്റെയൊക്കെ വീടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്, കാരണം എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടതേ ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഇങ്ങനെ പെറുക്കി കുട്ടി വെക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ആനന്ദമുണ്ട് ഗൈസ് മനസ്സിൻ്റെ ഉള്ളിൽ. ഞാൻ ഈ ഒരു വള സ്റ്റാൻഡിൽ ഫുൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് കുപ്പി വളകൾ, പിന്നെ ഇങ്ങനെ ഫാൻസി വളകൾ മാത്രമാണ്. പിന്നെ ഗോൾഡൻ കളർ വളകൾ, പിന്നെ ഇങ്ങനെ കല്ലൊക്കെയുള്ള വളകളുണ്ട്. അതൊന്നും ഞാനിങ്ങനെ തൂക്കിയിടുന്നില്ല, കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സൊക്കെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറൊരു ബോക്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഫൈനലി എൻ്റെ വള സ്റ്റാൻഡ് സെറ്റായി. അപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കി തന്ന എൻ്റെ അനിയനൊരു ബിഗ് താങ്ക്സ്. അവൻ ഈ വീഡിയോ കാണില്ല, പക്ഷെ എന്നാലും ഇരിക്കട്ടെ, അവനൊരു താങ്ക്സ്. അപ്പോൾ അതേ ഫൈനലി നമ്മുടെ ഔട്ട്ലുക്ക് ഇതാണ്. വളകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.